Good morning. Today we can study about the electrical and magnetic properties of solids. First, we are going to study the electrical properties of solids. Solids in the electrical properties എന്ന് പറഞ്ഞാൽ solids on the basis of electrical property, solids are classified into three, that is conductors, insulators and semiconductors. Conductors എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ്, ഇലക്ട്രിസിറ്റി ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്ന, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതൊന്നും കണ്ടക്ട് ചെയ്യാത്തതിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ നമ്മളതിനെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ മെറ്റൽസും കണ്ടക്ടേഴ്സാണ്. കണ്ടക്ടേഴ്സിൻ്റെ അകത്ത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പിങ്ങിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ കണ്ടക്ടിവിറ്റി മാക്സിമം ആയിരിക്കും. ഇനി സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ഒരു ഓൺലി എ സ്മോൾ എനർജി ഗ്യാപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദി വാലൻസ് ബാൻഡ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ലാർജ് എനർജി ഗ്യാപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദി വാലൻസ് ബാൻഡ്. അതിൻ്റെ തന്നെ മറ്റൊരു പിക്ചറാണ്. ഇതൊരു കണ്ടക്ടറാണ്. വാലൻസ് ബാൻഡ് ഈസ് ഇൻ ഓവർലാപ്പിംഗ് വിത്ത് ദി കണ്ടക്ഷൻ ബാൻഡ്, സോ ഇറ്റ് ക്യാൻ ഈസിലി കണ്ടക്ട്. ദിസ് ഇസ് ആൻ ഇൻസുലേറ്റർ. ദർ ഇസ് എ ലാർജ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ദി കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദി വാലൻസ് ബാൻഡ്. This is a semiconductor. There is a small difference in energy between the valence band and the conduction band. ഇതിൻ്റെ തന്നെ മറ്റൊരു പിക്ചറാണ്. This is an insulator. These two are, this is in metal, that is a conductor, and this is a semiconductor. ഇവിടെ സോഡിയം പോലെയുള്ള മെറ്റൽസിൻ്റെ അകത്ത് വാലൻസ് ബാൻഡ് തന്നെ ഇൻകംപ്ലീറ്റ് ആണ്, അതുകൊണ്ട് ഇതും കണ്ടക്ടറാണ്. ഇനി നമ്മളിവിടെ സെമി കണ്ടക്ടർ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. സെമി കണ്ടക്ടേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു സെമി കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്നത് സിലിക്കൺ ജെർമേനിയം പോലെയുള്ള ക്രിസ്റ്റൽസാണ്. ഈ സിലിക്കൺ ജെർമേനിയം പോലെയുള്ള ക്രിസ്റ്റൽസ് 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് വെച്ചുണ്ട്. ഈ 4 ഇലക്ട്രോൺസ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അത് കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ അതിൻ്റെ കോവാലന്റ് ബോണ്ട് അത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് വഴി അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെയുള്ള കണ്ടക്ടേഴ്സിനെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സ്, സിലിക്കൺ ജെർമേനിയം പോലത്തെ ക്രിസ്റ്റൽസ് പ്യുവർ ഫോമിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽസാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹീറ്റിംഗ് വഴി അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഇൻട്രിൻസിക് കണ്ടക്ടർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിലിക്കൺ ജെർമേനിയം പോലെയുള്ളതിൻ്റെ കണ്ടക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൻട്രിൻസിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിലിക്കൺ ജെർമേനിയം പോലെയുള്ള ക്രിസ്റ്റൽസിൻ്റെ അകത്ത് ചില ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്യും. ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്തതുകൊണ്ട് അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു. ആ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടുണ്ടായ കണ്ടക്ഷനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ദാറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റി ഇൻ എ സെമി കണ്ടക്ടർ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി കണ്ടക്ടിവിറ്റി. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റി ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി കണ്ടക്ടിവിറ്റി. ഡോപ്പിംഗ് വഴി സാധാരണ 2 ടൈപ്പ് കണ്ടക്ടേഴ്സാണ് ഫോം ചെയ്യുന്നത്. ഒന്ന് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് അതർ വൺ ഈസ് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയത്തിൻ്റെ അകത്തേക്ക് എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് കൂടുതൽ വരണം. അപ്പോൾ ഒരു സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയത്തിൻ്റെ അകത്ത് 15th ഗ്രൂപ്പ് അല്ലെങ്കിൽ 16th ഗ്രൂപ്പ് എലിമെൻറ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം ഉപയോഗിച്ച് ഡോപ്പ് ചെയ്യുക. അപ്പോൾ ഒരു 15th ഗ്രൂപ്പ് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത് പോലെയുള്ള എലിമെൻറ്റ്സ് വെച്ച് ഡോപ്പ് ചെയ്താൽ ഒരു ഇലക്ട്രോൺ ഇവിടെ എക്സസ് ആയിട്ട് ഫോം ചെയ്യും. ആ ഇലക്ട്രോൺ ബോണ്ടൊന്നും ഫോം ചെയ്തിട്ടില്ല, അതിന് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കണ്ടക്ടേഴ്സിനെയാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ എ 14th ഗ്രൂപ്പ് സിലിക്കൺ ഓർ ജെർമേനിയം ഈസ് ഡോപ്ഡ് വിത്ത് എ 15th ഓർ എ 16th ഗ്രൂപ്പ് ആസ് ഇമ്പ്യൂരിറ്റി. 15th ഗ്രൂപ്പ് എലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. ഇതിനെയാണ് നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ സിലിക്കൻ്റെ അകത്ത് നമ്മൾ ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ആൻറ്റിമണിയാണ്. അഞ്ചാമത്തെ ഒരു ഇലക്ട്രോൺ എക്സസ് ആണ്, അതിന് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 14th ഗ്രൂപ്പ് എലിമെൻറ്റ് സിലിക്കൺ ഓർ ജെർമേനിയം ഈസ് ഡോപ്ഡ് വിത്ത് എ 13th ഗ്രൂപ്പ് എലിമെൻറ്റ്. ഒരു 13ാമത്തെ ഗ്രൂപ്പ് വെച്ച് ഡോപ്പ് ചെയ്യുക. 13th ഗ്രൂപ്പ് എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബോറോൺ, അലൂമിനിയം, ഇൻഡിയം, ഗാലിയം പോലെയുള്ള എലിമെൻറ്റ്സ് വെച്ച് ഡോപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു 3 ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റിലുള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയത്തിന് ബോറോൺ വെച്ച് ഡോപ്പ് ചെയ്തു. ഇവിടെ ഒരു ഇലക്ട്രോൺ ഇല്ല, അതുകൊണ്ട് അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്തു. ഈ ഹോളിന് മൂവ് ചെയ്യാൻ പറ്റും. ഹോൾ മൂവ് ചെയ്യുന്നത് കൊണ്ട് അത് കണ്ടക്ട് ചെയ്യും. സോ ദിസ് ഈസ് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഹോൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഇല്ലാത്തൊരു പൊസിഷനാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ പോസിറ്റീവ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ദിസ് ഈസ് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഇതൊരു എൻ ടൈപ്പ്, ഇതൊരു പി ടൈപ്പ്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ സിലിക്കൺ ആൻഡ് ജെർമേനിയം ഈസ് ഡോപ്ഡ് വിത്ത് എ 15th ഗ്രൂപ്പ് എലിമെൻറ്റ് ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി ഓർ ബിസ്മത്ത്. ഇവിടെ പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടാനായിട്ട് സിലിക്കൺ ഓർ ജെർമേനിയം ഈസ് ഡോപ്ഡ് വിത്ത് എ 13th ഗ്രൂപ്പ് എലിമെൻറ്റ് ആസ് ഇമ്പ്യൂരിറ്റി, ദറ്റ് ഈസ് ബോറോൺ, അലൂമിനിയം, ഇൻഡിയം ഓർ ഗാലിയം. ഇനി സാധാരണ സെമി കണ്ടക്ടേഴ്സിൻ്റെ യൂസ് എന്തൊക്കെയാണെന്നുള്ളത്. എൻ ടൈപ്പും പി ടൈപ്പും സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ ഇലക്ട്രോണിക് കമ്പോണൻസ് എല്ലാം തന്നെ ഉപയോഗിക്കുന്നത്. ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ്, സോളാർ സെൽസ് ഇതെല്ലാം ഫോം ചെയ്യുന്നത് എൻ ടൈപ്പും പി ടൈപ്പും സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇത് ഒരു ചിപ്പ്, ഒരു LED ഇതെല്ലാം ഫോം ചെയ്യുന്നത് ഇതെല്ലാം സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ്. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് 5 ടൈപ്പ് ഉണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടു കഴിഞ്ഞു. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് 3 ടൈപ്പാണ്. ഏതൊക്കെയാണ്? കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അത് 5 ടൈപ്പ് ഉണ്ട്. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, ഫെറിമാഗ്നറ്റിക് ആൻഡ് ആൻറ്റി ഫെറോമാഗ്നറ്റിക്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഡയാമാഗ്നറ്റിക്. ഇഫ് ഓൾ ദ ഇലക്ട്രോൺസ് ആർ പെയർഡ്, ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. ഇറ്റ് ഈസ് വീക്ക്ലി റിപ്പൾഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, നാഫ്തലീൻ ഇതെല്ലാം ഡയാമാഗ്നറ്റിക് ആണ്. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡയാമാഗ്നറ്റിക് എന്ന് പറയും. വീക്ക്ലി റിപ്പൾഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യില്ല. ഇനി പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിനെ പാരാമാഗ്നറ്റിക് എന്ന് പറയും. ഇഫ് അറ്റ്ലീസ്റ്റ് 1 അൺപെയർഡ് ഇലക്ട്രോൺ ഈസ് പ്രസൻറ്റ്, ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഇറ്റ് ഈസ് വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ എ magnetic field. It loses magnetism in the absence of magnetic field. Example Cu2 plus Fe2 plus. അപ്പോൾ ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ഇഫ് ഓൾ ദ ഇലക്ട്രോൺസ് ആർ പെയർഡ്, ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. ഇഫ് അറ്റ്ലീസ്റ്റ് 1 അൺപെയർഡ് ഇലക്ട്രോൺ ഈസ് പ്രസൻറ്റ്, ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഇനി വരുന്നതാണ് ഫെറോമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ. ഫെറോമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ഇഫ് ഓൾ ദ മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്ടേഴ്സ് ആർ അലൈൻഡ് ഇൻ സെയിം ഡയറക്ഷൻ. എല്ലാ മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്ടേഴ്സും സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മളതിനെ ഫെറോമാഗ്നറ്റിക് എന്ന് പറയും. It is strongly attracted in a magnetic field. They retain the magnetism in the absence of magnetic field. Magnetic field എടുത്ത് മാറ്റിയാലും മാഗ്നറ്റിസം അത് അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് ഇത് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. എക്സാമ്പിൾ അയൺ, കൊബാൾട്ട്, നിക്കൽ, ഓക്സിജൻ ഇതെല്ലാം ഫെറോമാഗ്നറ്റിക് ആണ്. ഇനി അടുത്തത് ഇത് ഫെറോമാഗ്നറ്റിക് തന്നെയാണ്. ആൻറ്റി ഫെറോമാഗ്നറ്റിക്. ആൻറ്റി ഫെറോമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വൽ നമ്പർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഈക്വൽ നമ്പർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അതിൻ്റെ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ഇത് ആൻറ്റി ഫെറോമാഗ്നറ്റിക്. ആൻറ്റി ഫെറോമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്ടേഴ്സ് ആർ അലൈൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ദ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് 0. എക്സാമ്പിൾ MnO, MnO2 എല്ലാം ആൻറ്റി ഫെറോമാഗ്നറ്റിക് ആണ്. ഇത് ആൻറ്റി ഫെറോമാഗ്നറ്റിക് തന്നെയാണ്. ഇനി അടുത്താണ് ഫെറിമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ. ഫെറിമാഗ്നറ്റിക് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ അൺഈക്വൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്ടേഴ്സ് ആർ അലൈൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ 4 ഒരു ഡയറക്ഷനിലാണ്, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അൺഈക്വൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്ടേഴ്സ് ആർ അലൈൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇറ്റ് ഹാസ് എ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ്. എക്സാമ്പിൾ
Fe3O4, MgFe3O4, ഇതെല്ലാം ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഇത്രയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. 5 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, ഫെറിമാഗ്നറ്റിക് ആൻഡ് ആൻറ്റി ഫെറോമാഗ്നറ്റിക്. അടുത്തൊരു ടോപ്പിക്കാണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ സ്ഫിയേഴ്സ് ഇൻ ദ യൂണിറ്റ് സെൽ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. ഇതിനാണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ടോട്ടൽ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ സ്ഫിയേഴ്സ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. ഇത് നമ്മൾ സാധാരണ ഒരു ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലിൽ നോക്കിയാൽ, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ 4 സ്ഫിയേഴ്സാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 4 സ്ഫിയേഴ്സ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഒക്കുപ്പൈഡ് ബൈ 4 സ്ഫിയേഴ്സ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. അപ്പോൾ 4 × 4/3 πr ക്യൂബ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 2√2 r ക്യൂബ് എന്ന് വരും. സോ ദ പാക്കിംഗ് എഫിഷ്യൻസി ഈസ് 74%. ആൻഡ് ഇൻ എ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ പാക്കിംഗ് എഫിഷ്യൻസി വോളിയം ഒക്കുപ്പൈഡ് ബൈ 2 സ്ഫിയേഴ്സ് ഇൻ ദ യൂണിറ്റ് സെൽ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ, and the packing efficiency is 68%. And in a simple cubic, volume occupied by 1 sphere into 100 divided by total volume of the unit cell. So the packing efficiency is 52.4%. And the last topic in this chapter is density of the unit cell. Density calculate ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം, മാസ് ബൈ വോളിയം. ഒരു യൂണിറ്റ് സെല്ല് എഡ്ജ് എ ആണെന്നുണ്ടെങ്കിൽ, ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്, എഡ്ജ് ലെങ്ത് എ ആണെങ്കിൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് എ ക്യൂബാണ്. ദെൻ മാസ് ഓഫ് ആൻ ആറ്റം ഇൻ ദ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. സോ മാസ് ഓഫ് എ 1 ആറ്റം എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. അപ്പോൾ മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റം ഇൻ ദ യൂണിറ്റ് സെൽ. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഇസഡ് എന്നുള്ള ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യും. ആൻഡ് ഇൻറ്റു മാസ് ഓഫ് ദി ഈച്ച് ആറ്റം. മാസ് ഓഫ് ഈച്ച് ആറ്റമാണ് എം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ആണ്, എൻ എന്ന് പറയുന്നത് അവോഗാഡ്രോ നമ്പറാണ്. സോ ഡെൻസിറ്റി ഓഫ് ദ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. മാസ് ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഇസഡ് ഇൻറ്റു എം ബൈ എൻ. ഇസഡ് എം ബൈ എൻ divided by volume of the unit cell, that is A cube. So density of a unit cell is equal to Zm divided by Na cube. This is an important equation and you have to study this equation. Density of the unit cell is equal to Zm divided by Na cube, where Z is the number of atom in the unit cell, M is the molecular mass, N is the Avogadro number, and A is the edge length. And for a simple cubic or primitive, Z is equal to 1. For a body centered, Z is equal to 2. And a face centered, Z is equal to 4. And we calculated the number of atom in the previous video. That is all for today. And have a nice day. Thank you.